everyone wants fast money, but not everyone can handle fast decisions, right? അല്ലേ? സോ ഇന്ന് നമ്മൾ സോൾവ് ചെയ്യാൻ പോണ ഒരു മോസ്റ്റ് കോമൺ ക്വസ്റ്റ്യൻ ആണ്, ഡേ ട്രേഡിംഗ് ഓർ സ്വിംഗ് ട്രേഡിംഗ്, ഏതാണ് ആക്ച്വലി വർക്ക് ആവാൻ പോണത്? സോ അപ്പോ എക്സാക്ട്ലി എന്തിനാണ് ഡേ ട്രേഡിങ്ങും സ്വിംഗ് ട്രേഡിങ്ങും നമുക്ക് ഇന്ന് നമ്മുടെ മെന്റേഴ്സ് പറഞ്ഞു തരാം. സോ പുതിയതായി വരുന്ന ഒരു ബിഗിനറിന്റെ അടുത്ത് ഇത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും? മീറ്റ് മിസ്റ്റർ എഡ്വിൻ ആൻഡ് മിസ്റ്റർ അശ്വിൻ, the mentors of CLT Academy. So yes, പറയൂ. ഓക്കെ, ഡേ ട്രേഡിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന പൊസിഷൻ സെയിം ഡേ തന്നെ ക്ലോസ് ചെയ്യുന്നതിനാണ് ആക്ച്വലി സിംപ്ലി ഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മുടെ സ്ക്രീൻ ടൈം ഭയങ്കര കൂടുതലായിരിക്കും, കാരണം നമ്മൾ കൂടുതൽ സമയം നമുക്ക് സ്ക്രീനിന്റെ ഫ്രണ്ടിൽ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഓൾസോ നമ്മുടെ ക്യാപിറ്റൽ റൊട്ടേഷൻ അല്ലെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റീസ് ഹൈ ആയിരിക്കും എപ്പോഴും ഡേ ട്രേഡിംഗിൽ. ഓക്കെ, സോ സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ദിവസം തന്നെ എൻട്രി എടുത്ത് അന്നത്തെ ദിവസം തന്നെ എക്സിറ്റ് ചെയ്യുന്നതിനെ ഇൻട്രാഡേ അല്ലെങ്കിൽ ഡേ ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. സ്വിംഗ് ട്രേഡിംഗിൽ 2-3 ദിവസങ്ങളോ അല്ലെങ്കിൽ 2-3 ആഴ്ചകളോ എൻട്രി എടുത്ത് എക്സിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക്. അതോടൊപ്പം തന്നെ നമുക്ക് ഫാസ്റ്റർ എക്സിക്യൂഷൻ ഇവിടെ ആവശ്യമില്ല. പക്ഷെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ പേഷ്യൻസ് ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരാള് ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ TP-യിലേക്ക് എത്തുമോ, പെട്ടെന്നുള്ള അദ്ദേഹം അത് എൻട്രി ക്ലോസ് ചെയ്യുന്നു, ചെറിയ ചെറിയ പ്രോഫിറ്റുകൾ മാത്രം അദ്ദേഹം എടുക്കുന്നു, ഇതൊക്കെ സ്വിംഗ് ട്രേഡിങ്ങിനെ സംബന്ധിച്ച് പോസിബിൾ അല്ലാത്ത കാര്യമാണ്. സോ ഇൻട്രാഡേ ആണെങ്കിലും അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡ് ആണെങ്കിലും ഏതാണോ ഒരു ആൾക്ക് അനുയോജ്യമായത് എന്നുള്ളത് ആ വ്യക്തി തന്നെ തെരഞ്ഞെടുത്ത് ആ ട്രേഡിങ്ങിലേക്ക് എത്തുകയാണ് ഏറ്റവും നല്ല കൺസെപ്റ്റ്. Okay, so basically speed versus patience ആണ് ഈ ഡേ ട്രേഡിങ്ങും സ്വിംഗ് ട്രേഡിങ്ങും. Yes. Okay, so for a lot of people ട്രേഡിംഗ് എന്ന് പറഞ്ഞ ഒരു ഫ്രീഡം ജോബ് പോലെയാണ്, എപ്പോഴും ഇങ്ങനെ ചെയ്യുന്ന ഒരു കാര്യമാണ് ട്രേഡിംഗ്. സോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് റിയൽ ലൈഫ്. ഈ സ്റ്റൈൽ ആക്ച്വലി എത്ര ടൈം ഡിമാൻഡ് ചെയ്യും? ആക്ച്വലി ഒരു റിയൽ ലൈഫ് സിനാരിയോ നോക്കുകയാണെങ്കിൽ എല്ലാവരും കരുതുന്ന പോലെ മാർക്കറ്റ് അവേഴ്സ് അത്ര നെഗോഷ്യബിൾ അല്ല. നമ്മളെല്ലാരും കരുതും ജസ്റ്റ് സ്ക്രീനിന്റെ മുന്നിൽ പോയിരിക്കുക, അപ്പൊ തന്നെ ഒരു ട്രേഡ് എടുക്കുക, എക്സിറ്റ് ചെയ്യുക, പ്രോഫിറ്റ്സ് അല്ലെങ്കിൽ ലോസ് ബുക്ക് ചെയ്യാൻ മാറാം. ആക്ച്വലി ഇറ്റ് ഡസന്റ് വർക്ക് ലൈക്ക് ദാറ്റ്. മാർക്കറ്റ് എപ്പോഴും ഓരോ സെഷൻസിനനുസരിച്ച് അല്ലെങ്കിൽ ഓരോ ഓപ്പർച്യൂണിറ്റീസ് അനുസരിച്ചായിരിക്കും മാർക്കറ്റ്സ് മൂവ് ചെയ്യുക. അപ്പൊ നമ്മൾ മിനിമം ഒരു ഡേയിൽ തന്നെ ഇത്ര അവേഴ്സ് എങ്കിലും സ്പെൻഡ് ചെയ്തിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിന് ശേഷമാണ് ആ ട്രേഡിൽ എൻ്റർ ആവുന്നത്. ഒരു സെഷൻ അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സായി എന്ന് പറഞ്ഞാൽ ട്രേഡ് മിസ്സായതാണ്. അതല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ എപ്പോഴും മാർക്കറ്റിലോട്ട് വന്ന് അതുകൊണ്ട് എടുത്ത് പോകാൻ പറ്റുന്ന ഒരു സാധനമല്ല ആക്ച്വലി ഡേ ട്രേഡിംഗ് എന്ന് വെച്ചാൽ. സ്വിംഗ് ട്രേഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഫ്ലെക്സിബിൾ ഷെഡ്യൂൾ ഒരാൾക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു 9 to 5 ജോബുള്ള ഒരാൾ, അദ്ദേഹത്തിനെ സംബന്ധിച്ച് മോർണിംഗ് ഒരു എൻട്രി മിസ്സായി എന്ന് തന്നെ വിചാരിക്കുക. 2 hours 3 hours ശേഷം അദ്ദേഹം കണ്ടു, അപ്പോഴാണെങ്കിലും അദ്ദേഹത്തിന് ആ ട്രേഡിലേക്ക് ഏർപ്പെടാം. അതിനുശേഷം എക്സിറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഒരു കൺവീനിയന്റ് ആയിട്ടുള്ള ടൈമിൽ മാത്രം അദ്ദേഹത്തിന് അത് ക്ലോസ് ചെയ്യാം. ഓൾറെഡി TPയും SL നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. മേജർ ന്യൂസുകൾ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഹാഫ് ലോട്ടോ അങ്ങനെ എന്തെങ്കിലും ഹാഫ് പൊസിഷൻ ക്ലോസ് ചെയ്ത് സേഫ് ആയിട്ട് എക്സിറ്റ് ആയി മാറാനുള്ള ഒരു അവസരം കൂടി സ്വിംഗ് ട്രേഡിംഗിൽ വരുന്നുണ്ട്. സോ വർക്കിംഗ് പ്രൊഫഷണൽസ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് സ്വിംഗ് ട്രേഡിംഗിലേക്കാണ്. ക്യാപിറ്റൽ അവിടെ പൊസിഷൻ സൈസ് ചെയ്തിട്ട് വേണം സ്വിംഗ് ട്രേഡിംഗിൽ ഏർപ്പെടാനെന്ന് മാത്രം. സോ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഒരു 9 to 5 ജോബുള്ള ഒരു പേഴ്സൺ ക്യാൻ ദേ ഹാൻഡിൽ ഡേ ട്രേഡിംഗ്? അത് പോസിബിൾ ആണോ അവർക്ക് അത് നോക്കാൻ? ആക്ച്വലി പോസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ പോസിബിൾ ആണ്. ഈവൻ നമുക്കറിയാം ഫോറക്സ് മാർക്കറ്റ് 24/5 ആണ്. ലൈക്ക് വീക്കില് 5 days ഉണ്ടാവും. സോ 9 to 5 എന്ന് വെച്ചാൽ ആഫ്റ്റർ 5 ആണ് ആക്ച്വലി ന്യൂയോർക്ക് സെഷൻ ഓപ്പൺ ആകുന്നത്. വലിയ വലിയ രാജ്യങ്ങൾ അല്ലെങ്കിൽ മോസ്റ്റ് പാർട്ടിസിപ്പൻസ് വരാൻ സാധ്യത ഉള്ളത് ആഫ്റ്റർ 5 ശേഷമാണ്. സോ ബേസിക്കലി ആഫ്റ്റർ 9 to 5 ചെയ്യുന്ന ഒരാൾക്കും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, നത്തിങ് റോങ് ഇൻ ദാറ്റ്. ബട്ട് ആഫ്റ്റർ 5 ആകുമ്പോൾ എന്ന് വെച്ചാൽ അതിനുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം ഈ ആൾക്കാർ ഓൾറെഡി വർക്കിന്റെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് മെന്റലി ഓൾറെഡി എക്സോസ്റ്റഡ് ആയിരിക്കും. പിന്നെ ഡേ ട്രേഡിംഗ് എന്ന് വെച്ചാൽ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. സോ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ ഷുവർലി ദേ ക്യാൻ ലുക്ക് ഫോർ ഡേ ട്രേഡിംഗ് ആസ് വെൽ. ഓക്കെ, സോ ഇപ്പോൾ ലെറ്റ്സ് ടോക്ക് അബൌട്ട് മണി. ഓക്കെ, ഡേ ട്രേഡിംഗിനാണോ സ്വിംഗ് ട്രേഡിംഗിനാണോ കൂടുതൽ ക്യാപിറ്റൽ നമ്മൾ നോക്കണേ? വിച്ച് വൺ ഡു യു തിങ്ക് ക്യാരി മോർ പ്രഷർ? ലൈക്ക് പ്രഷറും ക്യാപിറ്റലും നോക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ ഡിപ്പെൻഡ്സ് ഓൺ സെയിം. ലൈക്ക് ക്യാപിറ്റലിനെക്കാട്ടും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യം ഈ പറഞ്ഞ പോലെ പ്രഷറിങ് ആണ്. ലൈക്ക് ഡേ ട്രേഡിംഗ് ടു ബി ഫ്രാങ്ക് നല്ല പ്രഷറൈസ് അല്ലെങ്കിൽ പ്രഷർ ചെയ്യുന്ന ഒരു സ്റ്റൈൽ, ട്രേഡിംഗ് സ്റ്റൈൽ തന്നെയാണ്. കാരണം നമ്മൾ ഫോക്കസ് ചെയ്യപ്പോഴും ക്വിക്ക് മൂവ്മെന്റ്സ് അല്ലെങ്കിൽ ഷോർട്ട് മൂവ്മെന്റ്സ്, ചെറിയ സ്റ്റോപ്പ് ലോസിനും ഫ്രീക്വന്റ് ട്രേഡ്സും കിട്ടും. നമ്മൾ എത്രത്തോളം ഒരു പൊസിഷൻ ഹാൻഡിൽ ചെയ്യുന്നു, ലോസസ് എത്രത്തോളം ഹാൻഡിൽ ചെയ്യുന്നുള്ള ആള് അവിടെ കാര്യമുള്ളത്. സോ പ്രഷർ മോസ്റ്റ് പ്രോബബ്ലി ഡേ ട്രേഡിംഗിൽ ഹൈ ആയിരിക്കും, റിസ്ക് റിവാർഡും ഹൈ ആയിരിക്കും. ബട്ട്
ബ്ലോ ചെയ്യാനുള്ള അക്കൗണ്ട് ബ്ലോ ചെയ്യാനുള്ള പോസിബിലിറ്റീസ് അവിടെ കൂടുതലായിരിക്കും ആസ് പെർ ഡേ ട്രേഡിംഗ്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ വൺ ഹിറ്റ്സ് ദ മൈൻഡ് ഫാസ്റ്റ്, അതർ പേഷ്യൻസ് ആണ് കൂടുതൽ നോക്കണേ. അതെ 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 അതെ. അതോടൊപ്പം ഈ സ്വിംഗ് ട്രേഡിംഗിൽ നമുക്ക് ഒരു മന്ത്ലി നമുക്കൊരു 4 to 6 ട്രേഡ്സ് ഒക്കെയാണ് കിട്ടുന്നത്. അത് കാരണം കൊണ്ട് തന്നെ സേഫ് ആയിട്ടുള്ള കുറച്ച് ട്രേഡുകൾ നമ്മൾ എടുത്താൽ തന്നെ റിസ്ക് റിവാർഡ് അവിടെ ഹൈ ആണെങ്കിൽ, പ്രോബബിലിറ്റി ഓഫ് വിന്നിങ് റേറ്റും കൂടുതലാണെങ്കിൽ ഇദ്ദേഹത്തിന് നല്ല രീതിയിൽ ഒരു പ്രോഫിറ്റ് ഏൺ ചെയ്ത് പോകാനായിട്ട് പറ്റും. ഫർദർ നല്ല എല്ലാ ദിവസവും സ്ട്രെസ് എടുക്കുന്നതിനേക്കാളും ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ഒരു സ്ട്രെസ് ഫ്രീ മൈൻഡ് സെറ്റിലൂടെ പോകാനും ട്രേഡിങ്ങിൽ ഇൻവോൾവ് ചെയ്തുകൊണ്ട് ഒരു പാസീവ് ഇൻകം അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഇൻകം എന്നുള്ളത് സോഴ്സിലേക്ക് കണ്ടെത്താൻ ഇദ്ദേഹത്തിന് സാധിക്കും. മൈൻഡ് സെറ്റ് ഇവിടെ വളരെയധികം നന്നായിട്ട് പ്ലേ ചെയ്യുന്നുണ്ട്. പേഷ്യൻസ് ഉള്ളവരെ സംബന്ധിച്ച് സ്വിംഗ് ട്രേഡ് ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായും അതിനുള്ള ഒരു ബെനിഫിറ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഇനി നമ്മൾ സൈക്കോളജിക്കലി നോക്കുകയാണെങ്കിൽ ലൈക്ക് വാട്ട് കൈൻഡ് ഓഫ് പീപ്പിൾ ആണ് ഇത് ഫെയിൽ ആവുക, ഇത് ചെയ്യാൻ പറ്റാത്ത ഒരാൾക്കാർ എങ്ങനെയാണ്? ലൈക്ക് വെൻ വി ആർ ലുക്കിംഗ് ടു ഡേ ട്രേഡിംഗ് മീൻസ് ലൈക്ക് ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ മെന്റലി ഭയങ്കര സ്ട്രോങ് ആയിരിക്കണം ഈ ഒരു കാര്യത്തിന്. കാരണം നമുക്ക് എത്രത്തോളം പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുള്ളത് നമ്മൾ നോക്കണം. ഇമ്പോർട്ടന്റ് ആയിട്ട് ഡേ ട്രേഡിംഗിൽ വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈഗോ അല്ലെങ്കിൽ റിവെഞ്ച് ട്രേഡിംഗ് എന്ന് പറയും. നമ്മളൊരു $1,000 $2,000 ഒരു ട്രേഡിൽ മിസ്സായെന്ന് വിചാരിക്കുക, മോസ്റ്റ് പ്രോബബ്ലി എല്ലാവരും എന്താ ചെയ്യുക, അത് ഇന്ന് തന്നെ നമുക്കത് ബാക്ക് ചെയ്യാൻ അല്ലെങ്കിൽ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് മോസ്റ്റ്ലി റാൻഡം ആയിട്ടുള്ള അല്ലെങ്കിൽ റോങ് ആയിട്ടുള്ള ട്രേഡ്സിൽ എൻ്റർ ചെയ്യും. മോസ്റ്റ് പ്രോബബ്ലി എന്താ ലോസിലായിരിക്കും അത് പോവുക, വീണ്ടും ട്രേഡ് ചെയ്യും. സോ നമ്മുടെ ക്യാപിറ്റൽ മൊത്തത്തിൽ തന്നെ വാഷ് ഔട്ട് ആവാനുള്ള ഒരു സ്ട്രെസ്സും അതുപോലെ നമുക്ക് ആ ഒരു ഡിസിപ്ലിൻ ആയിട്ട് വേണം എപ്പോഴും ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. പലപ്പോഴും പല ആൾക്കാരും ഫെയിൽ ആവുന്നതിന്റെ റീസൺ ഇതാണ്. കാരണം ഡേ ട്രേഡിംഗ് എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ഒരു റൊട്ടീൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് സ്റ്റൈലാണ്. ആ ഡിസിപ്ലിൻ എപ്പോഴും ഫോളോ ചെയ്തിരിക്കണം, ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഫെയിൽ ആവും. ഓക്കെ, അതോടൊപ്പം ഈ സ്വിംഗ് ട്രേഡിംഗ് ഡേ ട്രേഡിംഗിന്റെ കാര്യം മിസ്റ്റർ അശ്വിൻ പറഞ്ഞു. സ്വിംഗ് ട്രേഡിംഗിൽ നമ്മൾ പേഷ്യൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് റോൾ പറയുന്നത്. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മുടെ ട്രേഡിങ് നമുക്ക് ഓക്കെ ആയിട്ടല്ലാത്ത എന്തെങ്കിലും ട്രേഡിങ്ങിൽ നമ്മൾ ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ നമ്മൾ അതിൽ അങ്ങനെയുള്ള ലോസസ് ഉണ്ടാകാനുള്ള സാധ്യത അവിടെയുണ്ട്. സോ നമ്മുടെ എല്ലാ കണ്ടന്റ്സും കാര്യങ്ങളും അതിന്റെ നമ്മളെല്ലാ കാര്യങ്ങളും നോക്കിയതിന് ശേഷം മാത്രം ഒരു ട്രേഡിൽ ഏർപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായ അതിന്റെ വിന്നിങ് സെറ്റ്, അതായത് വിന്നിങ്ങിന്റെ സ്ഥലം എവിടെയാണ്, എത്രയാണോ അതിന്റെ ടാർഗറ്റ് പോയിന്റ്, അവിടം വരെയുള്ളത് നമ്മൾ വെയിറ്റ് ചെയ്യാനുള്ള ഒരു ക്ഷമ കൂടി നമ്മളവിടെ കാണിക്കണം. പലരും ഏർലി ആയിട്ട് അത് എക്സിറ്റ് ചെയ്യും. ഒരു 25%, 30% ഒക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തതിന് ശേഷം ഈസിലി അവരത് എസ്കേപ്പ് ആവും. പക്ഷെ സ്റ്റോപ്പ് ലോസ് ആണെങ്കിലോ അവരത് കണ്ടുകൊണ്ടേയിരിക്കും. കംപ്ലീറ്റ് ആയിട്ട് ആ നഷ്ടം മുഴുവൻ അവരത് സെറ്റിൽമെന്റ് ചെയ്ത് അവരെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി സ്വിംഗ് ട്രേഡിങ്ങിലേക്ക് നമ്മൾ കൂടുതൽ കിടക്കുകയാണെങ്കിൽ ഓവർനൈറ്റിന്റെ റിസ്ക് കൂടി ഇവിടെ വരുന്നുണ്ട്. ഓവർനൈറ്റ് റിസ്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ട്രേഡേഴ്സ് ആയിരിക്കണം ഈ ഒരു സ്വിംഗ് ട്രേഡിങ്ങിലേക്ക് എത്തേണ്ടത്. സോ അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇമോഷണൽ ആയ പീപ്പിൾ ഷുഡ് മേ ബി കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണം ഇത്, അല്ലെങ്കിൽ കറക്റ്റ് സ്റ്റൈൽ ഏതാ നോക്കിയിട്ട് ചൂസ് ചെയ്യണം. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത് പ്രോഫിറ്റ് എക്സ്പെക്ടേഷൻസ് അതിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ നമുക്ക് കുറെ ക്രേസി പ്രോഫിറ്റ് പ്രോമിസ് ചെയ്യുന്ന കുറെ വീഡിയോസ് കാണാം. സോ അങ്ങനെയാണെങ്കിൽ ബോത്ത് സ്റ്റൈൽ നോക്കുന്ന ആൾക്കാർ എന്താണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്? ആക്ച്വലി ഈ ക്രേസി പ്രോഫിറ്റ്സ് കാണിച്ചു പറഞ്ഞല്ലോ. ആക്ച്വലി ഇതിന്റെ റിയാലിറ്റി എന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും മന്ത്ലി ഒരു എക്സ്പെക്ടഡ് റിട്ടേൺസ് ഉണ്ടാവണം. അതാണ് ആക്ച്വലി നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. അല്ലാതെ നമുക്ക് ഒരിക്കലും വാട്ട് എവർ ഒരു ഡേ ട്രേഡിംഗിൽ അല്ലെങ്കിൽ ട്രേഡിംഗിലേക്ക് വരുന്ന ഒരാൾ ഫെയിലിയർ ആവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആളുടെ എക്സ്പെക്ടേഷൻ എപ്പോഴും എന്താ, നമ്മൾ കൺസിസ്റ്റൻസിനാണ് ഫോക്കസ് ചെയ്യേണ്ടത്. പക്ഷെ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത് ജാക്ക് പോട്ട്സിനാണ്. ഈവൻ ഒരു $1,000 ഒരു അക്കൗണ്ട് ആണെങ്കിൽ എല്ലാവരും നോക്കുന്നത് അതൊരു 5,000 അല്ലെങ്കിൽ 10,000 ആക്കി മാറ്റുന്നതാണ്. ഇറ്റ്സ് എ ജാക്ക് പോട്ട്, റൈറ്റ്? ജാക്ക് പോട്ട്സിന് നോക്കാത്തത് കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് ചെറിയ ചെറിയ പ്രോഫിറ്റ്സ് എടുത്ത് കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു റിസൾട്ട്സ് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയാലാണ് വിൽ ബി സക്സസ്ഫുൾ. അല്ലെങ്കിൽ അത് ബ്ലോ ആവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇതുകൊണ്ടാണ് പല ക്രേസി പ്രോഫിറ്റ്സും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന്റെ പുറകെ പോവാതെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് ഒരു കൺസിസ്റ്റന്റ് ആവാൻ ശ്രമിക്കാം. ഒരിക്കലും ജാക്ക് പോട്ട്സിന് പോകാതിരിക്കാം. ഓക്കെ, സോ ഇപ്പോ ഈ ഡിസ്കഷൻ ഒരു ബിഗിനർ കാണുമ്പോ അവരുടെ അടുത്ത് എങ്ങനെയാണ് ഒരു സൂട്ടബിൾ ആയിട്ട് ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാ നിങ്ങള്? അദ്ദേഹത്തിന് നല്ലൊരു ക്ഷമയുള്ള ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് സ്ട്രാറ്റജീസ് കൃത്യമായിട്ട് ഒരു മാസം ഇത്ര ട്രേഡ് എടുത്താൽ മതി എന്നൊക്കെയുള്ള ഒരു സെറ്റപ്പ് മനസ്സിൽ ഓൾറെഡി ബിൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആക്ച്വലി അദ്ദേഹത്തിന് ഒരു ജോലിയും കൂടി ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ സ്വിംഗ് ട്രേഡിംഗ് ആണ്. ബിക്കോസ് അവിടെ റിസ്കുകൾ വളരെ കുറവാണ്, ട്രേഡ്സിന്റെ എണ്ണം വളരെ കുറവാണ്.
എല്ലാ ദിവസവും ഒരു ട്രേഡറെ സംബന്ധിച്ച് എല്ലാ ദിവസവും ട്രേഡ് എടുക്കണം എന്നില്ല. ആ കൺസെപ്റ്റ് ആദ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ ട്രേഡേഴ്സിന് അവരുടെ പ്രോഫിറ്റ് പെർസെന്റേജ് കൂട്ടാനായിട്ട് സാധിക്കും. പല സ്റ്റുഡൻസും അല്ലെങ്കിൽ പല ട്രേഡേഴ്സ് ഇപ്പൊ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും അവർ മാർക്കറ്റിൽ വരുന്നു, ഓപ്പർച്യൂണിറ്റീസ് കാണുന്നു. ഓപ്പർച്യൂണിറ്റീസ് അവരുടെ ചെക്ക് ലിസ്റ്റിലുള്ള പ്രകാരം എല്ലാം സാറ്റിസ്ഫൈഡ് ആവണമെന്നില്ല. അവരതിലേക്ക് നേരിട്ട് എൻട്രി നടത്തുന്നു. അങ്ങനെ എൻട്രി നടത്തുമ്പോൾ അവരുടെ സ്റ്റോപ്പ് ലോസുകൾ ഹിറ്റ് ആവുന്നു. കൂടുതൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയി കഴിഞ്ഞാൽ അവർ ഓവറോൾ നെറ്റ് ലോസിലായിരിക്കും കാണുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ സിംപിളി അവർക്ക് സ്വിംഗ് ട്രേഡിങ്ങിലൂടെ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് ആസ് എ വർക്കിംഗ് പ്രൊഫഷണൽ, ആസ് എ സ്ട്രാറ്റജി ഡീൽ ചെയ്യുന്ന ആൾ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് അത് സാധിക്കും. എഡ്വിൻ സാറ് പറഞ്ഞ പോലെ ഇപ്പോൾ ഇതിലേക്ക് വരുന്ന ഒരാളാണെങ്കിൽ മോസ്റ്റ്ലി എന്താണ്, ഈവൻ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും കുറച്ച് പേഷ്യൻസ് കുറവുള്ള അല്ലെങ്കിൽ കുറച്ച് അഗ്രസീവ് ആയിട്ടുള്ള ആൾക്കാർ ഓപ്റ്റ് ചെയ്യേണ്ടത് ഡേ ട്രേഡിംഗ് തന്നെയായിരിക്കും. ബട്ട് എല്ലാവരും പറയുന്ന പോലെ ഡെയിലി ഇത്ര രൂപ കിട്ടിക്കൊള്ളണം എന്നില്ല. നമുക്കൊരു മന്ത് എൻഡിലേക്ക് അല്ലെങ്കിൽ ഒരു ക്വാർട്ടറിലേക്ക് നമുക്ക് ഇത്ര എമൗണ്ട് എക്സ്പെക്ട് ചെയ്തിട്ട് ഒരു ഡിസിപ്ലിനറി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ ഈവൻ ഡേ ട്രേഡിംഗും പോസിബിൾ ആണ്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഒരു സ്റ്റൈൽ ചൂസ് ചെയ്യുന്ന മുമ്പ് രണ്ടും ട്രൈ ചെയ്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവോ? രണ്ടും ട്രൈ ചെയ്യാം, പക്ഷെ അത് ഒരു വീക്കിൽ അങ്ങാനും ഫസ്റ്റ് വീക്ക് വേണമെങ്കിൽ ഒരു ഇൻട്രാഡേ ട്രൈ ചെയ്യാം, സെക്കൻഡ് വീക്ക് തേർഡ് വീക്ക് സ്വിംഗ് ട്രേഡിംഗ് ട്രൈ ചെയ്യാം. പക്ഷെ രണ്ടും ട്രൈ ചെയ്യുമ്പോൾ ചെറിയ പൊസിഷൻ സൈസിങ് വെച്ചിട്ട് വേണം ഇവരത് ട്രൈ ചെയ്ത് നോക്കാൻ. ബിക്കോസ് ആസ് എ ബിഗിനർ അവരുടെ അക്കൗണ്ട്സ് ചിലപ്പോൾ മേ ബി വെരി ലോ പ്രോബബിലിറ്റി ഉള്ള രീതിയിലുള്ള സ്ട്രാറ്റജീസ് ആയിരിക്കും അവർ ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവുക. അതോടൊപ്പം തന്നെ അവരുടെ അക്കൗണ്ടിന്റെ സൈസ് കുറവായിരിക്കും. അപ്പൊ അത് കാരണം കൊണ്ട് തന്നെ അവർ ലോഡ് സൈസ് കൂടുതൽ എടുക്കാതെ അവരുടെ സ്ട്രാറ്റജിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ട് ഫസ്റ്റ് വീക്ക് എന്നുള്ള രീതിയിൽ ഇൻട്രാഡേയും സെക്കൻഡ് തേർഡ് വീക്കിൽ സ്വിംഗ് ട്രേഡിങ്ങും ചെയ്ത് നോക്കിയതിന് ശേഷം ഏതാണോ ബെറ്റർ എന്നുള്ളത് അവർ മനസ്സിലാക്കി അവരുടെ മെന്റൽ കപ്പാസിറ്റിക്ക് അനുസരിച്ചും അവരുടെ സ്ട്രാറ്റജിക്ക് അനുസരിച്ചും ഒരു ബെറ്റർ ആയിട്ടുള്ള കാര്യം ഒരു 1 month 2 monthനുള്ളിൽ സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകാം. ഓക്കെ, സോ ഇനി നമുക്ക് റാപ്പിഡ് ഫയർ റൗണ്ട് ആയാലോ? ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, സോ ഫസ്റ്റ് മോർ ട്രേഡിംഗ്. ഒബ്വിയസ്ലി ഡേ ട്രേഡിംഗ് തന്നെ, കാരണം ഫ്രീക്വന്റ് ആയിട്ടുള്ള ട്രേഡ്സ്, നമ്പർ ഓഫ് ട്രേഡ്സ് എപ്പോഴും കൂടുതലായിരിക്കും ഡേ ട്രേഡിംഗിൽ. Okay, and better for beginners? ഓഫ് കോഴ്സ് സ്വിംഗ് ട്രേഡിംഗ്. Better long term? ലോങ് ടൈമിലേക്കാണെങ്കിലും സ്വിംഗ് ട്രേഡിംഗ് തന്നെയാണ് നല്ലത്. ബിക്കോസ് ഓവർ ട്രേഡിംഗ് എന്നുള്ള ഒരു റിസ്ക് അവിടെ കുറഞ്ഞു വരും. കാരണം ട്രേഡിംഗിൽ ഉള്ളവര് ഓവർ ട്രേഡ് ചെയ്ത് കൂടുതൽ ലോസസ് വരാനുള്ള സാധ്യതയുണ്ട്. അത് സ്വിംഗ് ട്രേഡിംഗിൽ കുറവായിരിക്കും. ഒബ്വിയസ്ലി ഡേ ട്രേഡിംഗിൽ ഭയങ്കര കൂടുതലായിരിക്കും ഈ ഓവർ ട്രേഡിംഗ് എന്ന് പറയുന്നത്. Okay. More scalable? ദാറ്റ് ഈസ് ഓൾസോ സ്വിംഗ് ട്രേഡ്. ആണോ? More addictive? അത് ഒരു സെക്കൻഡ് ഓപ്ഷന് പോകേണ്ട ആവശ്യമില്ല, കാരണം എന്തായാലും ഒരു ഡേ ട്രേഡിംഗ് തന്നെയായിരിക്കും. കാരണം കമ്പയർഡ് ടു സ്വിംഗ് ട്രേഡിംഗ് മൾട്ടിപ്പിൾ ട്രേഡ്സ് തന്നെ ഒരു ദിവസം കിട്ടുമ്പോൾ ആൾക്കാർക്ക് എന്താ ഗ്രീഡിനെസ് കൂടും, ഓവർ ട്രേഡിംഗ് വരും, പെട്ടെന്ന് റിച്ച് ആവാന്നുള്ള ക്യുക്ക് റിച്ച് എന്നുള്ളൊരു കോൺസെപ്റ്റ് തന്നെ വരും. സോ അത് എഡിക്റ്റീവ് ആവാൻ മോസ്റ്റ്ലി ഡേ ട്രേഡിംഗ് തന്നെയായിരിക്കും. ഓക്കെ, സോ എന്തായാലും ഡേ ട്രേഡിംഗ് ഓർ സ്വിംഗ് ട്രേഡിംഗ് ഇതൊരു നല്ലൊരു എൻഗേജിങ് സെഷൻ ആയിരുന്നു. രണ്ടും ഈസി അല്ല, രണ്ടിലും മാജിക് ഒന്നുമില്ല. സോ ഇറ്റ്സ് ബേസ്ഡ് ഓൺ പീപ്പിൾസ് പേഴ്സണാലിറ്റി നോക്കിയിട്ടാണ് നമ്മൾ ചൂസ് ചെയ്യുക. അതാണ് റിയൽ ഗെയിം അല്ലേ? യെസ്. ലൈക്ക് ഡേ ട്രേഡിങ്ങിനെ സംബന്ധിച്ചോളം എപ്പോഴും നമ്മുടെ റിസ്ക് നമ്മൾ ആദ്യം മാനേജ് ചെയ്ത് പഠിക്കുക, ഒരു കൺസിസ്റ്റൻസി ബിൽഡ് ചെയ്യുക. എല്ലാവരും ക്വിക്ക് പ്രോഫിറ്റ്സിന് പോകാണ്ട് നിങ്ങളുടെ പ്രോസസ്സ് എപ്പോഴും ട്രസ്റ്റ് ചെയ്യുക. ഓക്കെ, ഓൾവേസ് ട്രസ്റ്റ് യുവർ പ്രോസസ് എന്നാണ്. പ്രോസസ്സ് ഓട്ടോമാറ്റിക് നമ്മുടെ ഡിസിപ്ലിൻ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് പ്രോഫിറ്റ്സ് അതിന്റെ പുറകെ വരും. സോ ഡോണ്ട് ജംപ് ഫോർ ക്വിക്ക് മണി. ലൈക്ക് ഫസ്റ്റ് അത് ലേൺ ചെയ്യുക, അത് പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്യുക, ഒരു കൺസിസ്റ്റൻസി ബിൽഡ് ചെയ്യുക. സോ യു വിൽ ബി സക്സസ്ഫുൾ. ഓക്കെ, ഫസ്റ്റ് ലേൺ ചെയ്യുക, പിന്നെ ഏൺ ചെയ്യുക. അതാണല്ലോ ട്രേഡിങ്. അപ്പൊ ആ ട്രേഡിങ്ങില് ഈ വരുന്ന ആളുകൾ എന്ത് മൈൻഡ് സെറ്റോട് കൂടിയാണ് വരുന്നത് എന്നുള്ളത് ആർക്കും അറിയില്ല. അത് അവര് കണ്ടെത്തേണ്ടതായിട്ടുള്ളത്. അതായത് അവരുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണെന്നുള്ളത് അവര് തന്നെ കണ്ടെത്തിയെടുക്കണം. അങ്ങനെ കണ്ടെത്തിയെടുക്കുമ്പോൾ ഡേ ട്രേഡിംഗ് ആണോ സ്വിംഗ് ട്രേഡിംഗ് ആണോ ബെറ്റർ എന്നുള്ളത് അവർക്ക് എത്തിപ്പെടാൻ സാധിക്കും. അഡിക്റ്റീവ് ട്രേഡിംഗ് ഇല്ല, അതായത് ഓവർ ട്രേഡിംഗ് ഇല്ലാത്തൊരു വ്യക്തിയെ സംബന്ധിച്ച് ഇൻട്രാഡേ പോസിബിൾ ആണ്, ഓക്കെ ആണ്. പക്ഷെ അഡിക്റ്റീവ് ട്രേഡിംഗ്, ഒരു ഓവർ ട്രേഡിംഗ് എടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് നല്ലത് സ്വിംഗ് ട്രേഡിംഗ് ആണ്. ബെറ്റർ ട്രേഡുകൾ മാത്രം കൊടുത്തുകൊണ്ട് ഒരുപാട് സമയം ട്രേഡിങ്ങിൽ ചെലവഴിക്കാതെ അദ്ദേഹത്തിന്റെ ജോലിയിലും കൂടുതൽ നേരം ചെലവഴിച്ചുകൊണ്ട് ഒരു പാസീവ് ഇൻകം എന്നുള്ള രീതിയിൽ ട്രേഡിങ്ങിനെ കാണാനും നല്ലൊരു സോഴ്സ് ഓഫ് ഇൻകം ആക്കി മാറ്റാനും സ്വിംഗ് ട്രേഡിംഗ് ആളെ കൊണ്ട് പറ്റും. ഒരാളുടെ ക്യാരക്ടർ പോലും ആക്ച്വലി ട്രേഡിംഗിൽ ബാധിക്കും എന്നുള്ളതാണ്. യെസ്, അതെ. ഓക്കെ, അഗ്രസീവ് ആവാതിരിക്കുക എന്ന് വിചാരിച്ചൊരു ധൈര്യത്തോടു കൂടി ട്രേഡ് എടുക്കാനായിട്ട് നോക്കാം. അതാണ് ട്രേഡിങ്ങിനെ കുറിച്ചുള്ള ലാസ്റ്റ് നോട്ട് നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ലാസ്റ്റ്. Okay. So thank you, Mr. Edwin, Mr. Ashwin. Thank you, host.
നെക്സ്റ്റ് ടൈം കാണാം.